പ്രിയ വിൻസെൻഷ്യൻ സഹോദരങ്ങളെ, ഒരു സദ്വാർത്ത അറിയിക്കുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ സമയം കൊണ്ട് അറിഞ്ഞു കാണും. ഈ മാസം 7-ാം തീയതി നമ്മുടെ വാഴ്ത്തപ്പെട്ട പിയർ ജിയോർജിയോ പ്രസാറ്റിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയാണ്. ഇത് നമുക്ക് ഏറ്റവും സന്തോഷവും ഏറെ അഭിമാനവും നൽകുന്ന ഒരു വാർത്തയാണ്, ഒരു സുദിനവുമാണ്. പിയർ ജോർജിയോ ഫ്രസാറ്റി ഇറ്റാലിയൻ പേരാണ്. പിയർ എന്ന് പറഞ്ഞാൽ പീറ്റർ, ജോർജിയോ എന്ന് പറഞ്ഞാൽ ജോർജ്, ഫ്രസാറ്റി എന്ന് പറയുന്ന അവരുടെ സർനെയിം, അല്ലെങ്കിൽ നമുക്ക് വേണം പറയാം വീട്ടുപേരെന്ന് പറയാം. അപ്പം പിയർ ജോർജ് ഫ്രസാറ്റി എന്ന് പറയുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ന് പറയണമെന്നില്ല, പീറ്റർ ജോർജ് ഫ്രസാറ്റി എന്ന് പറയാം. അദ്ദേഹം ജനിച്ചത് ടൂറിൻ സിറ്റിയിലാണ്. ടൂറിൻ പിയഡ്മോണ്ട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ടൂറിൻ സിറ്റി. ഈ ടൂറിൻ സിറ്റിയിൽ 1901 ഏപ്രിൽ മാസം 6-ാം തീയതി ആൽഫ്രെഡോ ഫ്രസാറ്റിയുടെയും അഡ്ലൈഡ് അമേറ്റിസ്, അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേരാണ്, മൂത്ത പുത്രനായി പിയർ ജോർജിയോ ഫ്രസാറ്റി ജനിച്ചു. അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ വളരെ ആഴമേറിയ ഒരു വിശ്വാസമുള്ള ആളായിരുന്നു. ഈ ആഴമേറിയ വിശ്വാസമാണ് അദ്ദേഹത്തെ ഉപവിപ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നത്. ചെറുപ്പത്തിൽ അദ്ദേഹം സുവിശേഷ ഭാഗ്യങ്ങൾ, അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, അത് തുടങ്ങുന്നത് നമുക്കറിയാമല്ലോ. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ വായിക്കുകയും, ഇംഗ്ലീഷിലായി പറഞ്ഞ ബിയാറ്റിറ്റ്യൂഡ്സ് എന്നാണ്. അപ്പം ആ ഭാഗങ്ങൾ വായിക്കുക മാത്രമല്ല, അദ്ദേഹം അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം വിശുദ്ധ പദവിയിലെ പടവുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചവിട്ടി കയറിയത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം, അദ്ദേഹം ജനിച്ചൊരു ധനിക കുടുംബത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലി എന്ന് പറയുന്നത് പ്രഭുത്വം, നമുക്ക് പറയാം, നല്ല ധനവാനും ഒരു പ്രഭുത്വമുള്ള ഒരു കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട പീറ്റർ ജോർജ് ജനിച്ചത്. അപ്പം പക്ഷേ അതൊന്നും അദ്ദേഹത്തെ ഏശിയിട്ടില്ലെന്നുള്ളതാണ്. ഈ ആൽഫ്രെഡോ ഫ്രസാറ്റി, അദ്ദേഹത്തിൻ്റെ ഫാദർ ധനികനായിരുന്നു. അതുപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഫൗണ്ടറായിരുന്നു, ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ആയിരുന്നു. ലാ സ്റ്റാമ്പ എന്നാണ് അതിൻ്റെ പേര്. പിന്നീട് അദ്ദേഹം ഇറ്റലിയുടെ അംബാസഡറായിട്ട് ജർമ്മനി ജോലി ചെയ്തു. ഈ വക കാര്യങ്ങളൊന്നും നമ്മുടെ കഥാപുരുഷനെ സ്പർശിച്ചതേയില്ല. നമ്മൾ പറയല്ലേ, ചേമ്പലയിലെ വെള്ളം പോലെ. ഇദ്ദേഹത്തിന് വളരെ ചെറുപ്പം മുതൽ ദിവ്യകാരുണ്യത്തിനോടുള്ള ഭക്തി, 2 കാര്യങ്ങളാണ്: ദിവ്യകാരുണ്യ ഭക്തി, അതുപോലെ ജപമാല. സമയം കിട്ടുമ്പോഴൊക്കെ, സത്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. ഒരു കൂട്ടുകാരുമൊത്ത്, ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. ഈ കൂട്ടുകാരുമൊത്ത് തൊട്ടടുത്തുള്ള ആൽപ്പൈൻ പർവ്വതനിരകൾ, യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതനിരകളാണ് ആൽപ്പൈൻ പർവ്വതനിരകൾ. അത് അവിടെ ഇങ്ങനെ ട്രക്കിങ്ങിന് പോവുക, പർവ്വതാരോഹണം നടത്തുക. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും പോയിരുന്ന് ജപമാല ചെല്ലുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് വളരെ ചെറുപ്പം മുതലേ ഈ കുർബാനയിൽ പങ്കെടുക്കുക, ജപമാല ചെല്ലുന്നത് കൂടാതെ പാവങ്ങളോട് വളരെ സ്നേഹമായിരുന്നു. A deep love for the poor and the marginalized എന്നാണ് പറയുന്നത്. ആഴമേറിയൊരു സ്നേഹം പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും. ഇദ്ദേഹം പ്രവർത്തിച്ചത് കൂടുതലും തുറിൻ എന്ന സിറ്റിയിലെ സ്ലംസിലായിരുന്നു, ചേരികളിൽ പാവപ്പെട്ടവർ, അതുപോലെ തന്നെ നമ്മൾ പറയല്ലേ വളരെ അംഗവൈകല്യം വന്നവർ, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളെയാണ് അദ്ദേഹം
എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലം, നമുക്ക് കോൺസ്റ്റിറ്റ്യുവൻസി എന്നൊക്കെ പറയുന്നത്, മണ്ഡലം, അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയായിരുന്നു. പാവപ്പെട്ടവർ, ആർക്കും വേണ്ടാത്തവർ, ഇങ്ങനെയുള്ളവർ, ഭക്ഷണമില്ലാതെ വിശക്കുന്നവർ, ഇങ്ങനെയുള്ളവരായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടത് ഇങ്ങനെയുള്ളവരിലേക്കായിരുന്നു. അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. മൈനിങ് എഞ്ചിനീയറിംഗ് പഠിച്ചു. പക്ഷേ അതും എന്തിനാണെന്ന് ചോദിച്ചാൽ മൈനേഴ്സിൻ്റെ ഇടയിൽ പോയി ജോലി ചെയ്ത് അവരുടെ കഷ്ടപ്പാടുകളും വിഷമതകളും നേരിൽ കണ്ട് പഠിച്ച് അതിനുള്ള പരിഹാരം ഉണ്ടാക്കണം. സോഷ്യൽ ആക്ഷൻ. 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിൻസെൻ്റ് പോൾ സൊസൈറ്റി ചേർന്നു. അതേ സമയത്ത് തന്നെ ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്നു. അതുപോലെ തന്നെ സോഷ്യൽ ആക്ഷൻ, കാത്തലിക് ആക്ഷൻ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിൽ മെമ്പറായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഗ്രന്ഥം വായിച്ച് അങ്ങ് തൃപ്തിപ്പെടുകയല്ലായിരുന്നു. പക്ഷേ ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണെന്ന് പറയുന്നില്ല, അതെന്ന് പറഞ്ഞാൽ പ്രാവർത്തികമാക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ഒരു കാലത്തൊക്കെ അദ്ദേഹം നമുക്ക് എവിടുന്ന പൈസ കിട്ടും. ഞാൻ പറയുന്നത് ധനികൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് അലവൻസ് കിട്ടുന്നത്. ബർത്ത്ഡേ പാർട്ടി നടത്തുമായിരുന്നു. പക്ഷെ ഒരു 23-ാമത്തെ ബർത്ത്ഡേ അത് എന്നാ എന്ന് ചോദിച്ചാൽ ആ പ്രദേശത്തുള്ള പാവപ്പെട്ട പിള്ളേരെല്ലാം വിളിച്ച് സദ്യ കൊടുത്തു. ഇദ്ദേഹത്തിന് പണം എവിടെ നിന്ന് കിട്ടി എന്ന് നമ്മൾ ന്യായമായിട്ടും ചോദിക്കും. ബസ് ഫെയർ കിട്ടും, അതുപോലെ ട്രെയിനിൽ പോകാനുള്ള ഫെയർ കിട്ടും, ബർത്ത്ഡേ ആഘോഷിക്കാൻ പൈസ കിട്ടും, അതുപോലെ ചെറിയ ചെറിയ പോക്കറ്റ് മണി അദ്ദേഹത്തിന് കിട്ടി. ഇതെല്ലാം ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യം എന്നാന്ന് വെച്ചാൽ കംഫർട്ട് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് സാക്രിഫൈസാണ്, മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം മാറ്റി വയ്ക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ പൈസ എല്ലാം ഇത് പാവപ്പെട്ടവർക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. ഈ നോട്ട്ബുക്കിൽ ഈ ഇദ്ദേഹം സഹായിക്കുന്ന എല്ലാവരുടെയും പേരെഴുതും. അതിൻ്റെ എതിർവശത്തായിട്ട് പേരെഴുതിയിട്ട് ഇദ്ദേഹത്തിന് ഇന്ന ആൾക്ക് വാടകയ്ക്ക് പൈസ ഇല്ല, അത് കൊടുക്കണം, മരുന്ന് വാങ്ങിക്കാൻ കൊടുക്കണം, ഭക്ഷണത്തിൻ്റെ പൈസ ഇല്ല, അത് കൊടുക്കണം, ഇന്ന ആൾ ഏകാന്തത അനുഭവിക്കുന്ന ആൾ അവിടെ പോയി സംസാരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം എടുത്തു. എല്ലാ മാസവും ഇവരെല്ലാം വിസിറ്റ് ചെയ്യുകയും ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ചേരികൾ ഒരു പ്രാവശ്യം എന്താണെന്ന് ചോദിച്ചാൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഷൂസ് ഇല്ല. അപ്പോൾ അമ്മ ചോദിച്ചു, നിന്റെ ഷൂസ് എന്ത് ചെയ്യും? എന്നെക്കാളും ആവശ്യമുള്ള വൃദ്ധർ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് കൊടുത്തു. വേറെ പ്രാവശ്യം തിരിച്ചു വരുമ്പോൾ കോട്ടില്ലാതെ വരും, തണുപ്പുള്ള സ്ഥലങ്ങളാണ്. നിന്റെ കോട്ട് എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് എന്നെക്കാളും ആവശ്യമുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, തണുത്ത് വരയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ കോട്ടം കൊണ്ട് കൊടുത്തു. ഇങ്ങനെ ഈ നമുക്കുള്ളതെല്ലാം ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു വാഴ്ത്തപ്പെട്ട P.M. ജോർജിയോ ഫ്രൊസാറ്റി. അദ്ദേഹത്തിന് ഈ ഇങ്ങനെയുള്ള ചേരികളിലൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്നാണ് പൊതുവെ പറയുന്നത്. പോളിയോ പിടിച്ചു. ജൂൺ 29, 1925 പോളിയോ പിടിച്ച് പനിയായിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വലിയൊരു ക്രൈസിസ് നടക്കുകയാണ്. എന്നാ മതി, ഇവരുടെ വലിയ മരണാസന്നയായിട്ട് കിടക്കുക. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒന്നും പനി വന്നു, സാരമില്ല എന്ന് വിചാരിച്ചെല്ലാവരും ഇങ്ങനെ അതേപ്പറ്റി വലിയ കാര്യമായിട്ട് എടുത്തില്ല. അദ്ദേഹം അത് പ്രത്യേകിച്ച് കാര്യമാക്കി എടുക്കാൻ പറഞ്ഞുമില്ല. കാരണം ജോർജിയോ ഓർത്തു, P.M. ജോർജിയോ ഓർത്തു, ഓൾറെഡി ഇപ്പം തന്നെ ഇവിടെ പ്രശ്നമായി, ഇനി ആ പ്രശ്നം ഇനി ഇരട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചതിൻ്റെ കൂടി മിണ്ടിയില്ല ആരോടും. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പോളിയോ അദ്ദേഹത്തെ വളരെ ശക്തമായി ആക്രമിച്ച് അദ്ദേഹം ജൂലൈ 4-ാം തീയതി 1925 ഇഹലോകവാസം പിടിച്ചു. അല്ലെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ദൈവം വിളിച്ചു. വെറും 24 വയസ്സ്, വെറും 24 വയസ്സുള്ള ഒരു യുവാവ് ഇത്രയും ഉപവിപ്രവർത്തനങ്ങൾ നടത്തി സ്വർഗത്തിലേക്ക് കടന്നുപോയി, നമ്മെ വിട്ടുപോയി. അദ്ദേഹത്തെ ആദ്യം അടക്കിയത് അതിനുമുമ്പ് ഒരു സംഭവം ഉണ്ടായി. വീട്ടുകാർക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ വിവരമില്ല. ഇപ്പം വീട്ടുകാർ വിചാരിച്ചു 24 വയസ്സല്ലേ ഉള്ളൂ, നമുക്ക് പ്രൈവറ്റായിട്ടൊരു
ചെറിയൊരു ഫ്യൂണറൽ ഒരു മരണാനന്തര ചടങ്ങൊക്കെ നടത്തി ഞങ്ങൾ തീർക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയോ അദ്ദേഹം മരിച്ച കാര്യം പുറത്തറിഞ്ഞു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും 100 ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. വന്നവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ ആ കാരുണ്യ സ്പർശം അനുഭവിച്ചവരായിരുന്നു. അന്നാലാണ് വീട്ടുകാർ അറിയുന്നത്, അയ്യോ ഇത്ര വലിയൊരു സഹായം, ഇത്ര വലിയ കാരുണ്യ പ്രവർത്തനങ്ങളാണല്ലോ ഞങ്ങളുടെ മകൻ ചെയ്തത് എന്ന അന്നേരമാണ് അവർക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഇദ്ദേഹത്തെ ഫാമിലി ടൂം സെമിട്രി ഓഫ് പൊളോൺ അവിടെ ഒരു ഫാമിലി ടൂം കുടുംബക്കല്ലറയുണ്ട്. അത് ഇവരുടെ സമ്മർ ഹൗസ്, ഇവർക്ക് സമ്മർ ഹൗസും പ്രത്യേക ഹൗസ് ഓരോ സീസണിൽ താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സമ്മർ ഹൗസിൻ്റെ സൈഡിൽ അടുത്ത് ഒരു സെമിട്രി ഉണ്ട്. അവിടെ ഇദ്ദേഹത്തെ അടക്കി ഇദ്ദേഹം കുറേ നാളിങ്ങനെ സംഗതികളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോഴല്ല ഇത് അറിയുന്നത്. മരിച്ചു കഴിയുമ്പോഴാണ് ഈ പരിമളം, സ്നേഹത്തിൻ്റെ പരിമളം ചുറ്റിലും എല്ലാവരും അറിയുന്നതും അനുഭവിക്കുന്നതും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊക്കെ പലർക്കും സാധിച്ചു കിട്ടി. അങ്ങനെ മരിച്ച 56 വർഷത്തിന് ശേഷം 1981 മാർച്ച് 31 ഈ കാനോനിക്കൽ എക്സ്ഹ്യൂമേഷൻ എന്ന് പറയും. കാനോനിക്കൽ എക്സ്ഹ്യൂം ചെയ്യാൻ പറയാൻ അടക്കിയ ആളിന് കല്ലറ തുറന്ന് ആ ഭൗതിക ശരീരം പുറത്തെടുക്കുക. കാനോനിക്കൽ മീൻസ് നമ്മുടെ സഭയുടെ നിയമപ്രകാരം കല്ലറ തുറന്ന് ശരീരം പുറത്തെടുത്തപ്പോൾ യാതൊരു കുഴപ്പമില്ല. അത് പഠിച്ചിരിക്കുന്നു. ഒരു കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ സഭ അധികാരികൾക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു വിശുദ്ധനാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭൗതിക ശരീരം ഒരു ഗ്ലാസ് ടൂമിലേക്ക് മാറ്റി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് കത്തീഡ്രൽ ടൂറിൽ അവിടുത്തെ ഒരു സൈഡ് ചാപ്പലിലേക്ക് മാറ്റി സ്ഥാപിച്ചു, കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ആൾക്കാർക്ക് മുഖം കാണാം, പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതേ പള്ളിയിലാണ്, ഇതേ കത്തീഡ്രലിലാണ് ഷ്രൗഡ് ഓഫ് ടൂറിൻ, അത് നമുക്കറിയാമല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. അതായത് യേശുക്രിസ്തുവിനെ അടക്കിയ സമയത്ത് അദ്ദേഹത്തെ പുറപ്പിച്ച ആ തുണി ഷ്രൗഡ് ഓഫ് ടൂറിൻ എന്ന് പറയും. അതും സംരക്ഷിച്ചിരിക്കുന്നത് ഈ ചാപ്പലിലാണ്, സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് കത്തീഡ്രലാണ്. അതിൻ്റെ സൈഡിലുള്ള ഒരു ചാപ്പലിൽ ഈ ഗ്ലാസ് ട്യൂബിനകത്ത് അദ്ദേഹത്തിൻ്റെ ബോഡിയും വെച്ചു. ആളുകൾ അകലെയെന്നും അടുത്തുനിന്നും എല്ലാം ധാരാളമായിട്ട് വന്നു പ്രാർത്ഥിച്ചു. 1990 മെയ് മാസം 20 പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എ മാൻ ഓഫ് ദി ബിയാറ്റിറ്റ്യൂഡ്സ്. നമ്മുടെ സുവിശേഷ സൗഭാഗ്യങ്ങളെ പ്രാവർത്തികമാക്കിയ മനുഷ്യനാണ്, മാൻ ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സ്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, എ മോഡേൺ ഡേ സെയിൻറ്റ്സ്, ആധുനിക ലോകത്തിലെ ഒരു വിശുദ്ധൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനാക്കി. അങ്ങനെ 1990 മെയ് മാസം 20 ഇതിനു മുമ്പ് ഒരു സംഭവമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യം, മോട്ടോ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ വെഴ്സ അൽ ആൾട്ടോ എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് എന്നാണ്. ആൾട്ടോ ഉയരങ്ങളിലേക്ക്, ടുവേഴ്സ് ദ ഹൈറ്റ്സ്. അങ്ങനെ ഒരു മുദ്രാവാക്യം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ അടുത്തുള്ള ആൽപ്പൈൻ പർവ്വതനിരകളിൽ ഇങ്ങനെ കയറി പോകും. ഒരു കൊടുമുടി കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ച് പറയും, വെഴ്സ അൽ ആൾട്ടോ, ഇനിയും അടുത്ത കൊടുമുടി. അങ്ങനെ പറഞ്ഞ് വലിയ ഏറ്റവും ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ പോകാറുണ്ടായിരുന്നു. അത് അവരുടെ നമ്മൾ പറയുക, ഈ
പർവ്വതാരോഹണം അല്ലേ. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മുദ്രാവാക്യം അവരുപയോഗിച്ചത്. പക്ഷേ തൻ്റെ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിലും അദ്ദേഹം ഇത് ഉപയോഗിച്ചു. അപ്പം ആത്മീയ ജീവിതത്തിൽ വിശുദ്ധിയുടെ പടവുകൾ ഒന്നിനു പറയാൻ ഒന്നായിട്ട് ചവിട്ടി ഉയരങ്ങളിലേക്ക് പോകുവാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ വേഴ്സ അൽ ആൾട്ടോയുടെ ഒരു പ്രത്യേകത. അങ്ങനെ വാഴ്ത്തപ്പെട്ടവനായി ഇപ്പം 2025 നമ്മൾ 100 വർഷം കഴിഞ്ഞു. ഈ 7-ാം തീയതി സെപ്റ്റംബർ 7-ാം തീയതി അദ്ദേഹത്തെ വിശുദ്ധനാകും. ഇദ്ദേഹത്തിൻ്റെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഡെഡ് ബോഡി ട്രാവൽ, ഭൗതിക ശരീരം യാത്ര ചെയ്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത് 2008 വേൾഡ് യൂത്ത് ഡേ നടക്കുകയാണ് സിഡ്നിയിൽ, ഓസ്ട്രേലിയ. അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ആൾക്കാരെ കാണിക്കാനും ആൾക്കാർക്ക് വണങ്ങാനും. അതിനുശേഷം 2016 ക്രാക്കോഫ് എന്ന് പറയുന്ന സ്ഥലത്ത് സദേൺ അയർലൻഡ് വേൾഡ് യൂത്ത് ഡേ അങ്ങോട്ടും ഈ ബോഡി കൊണ്ടുപോയി ഈ ഗ്ലാസ് ട്യൂബിലിട്ട്. കാരണം മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെ പല യൂത്ത് ഇവൻറ്റ്സ്, ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ്, അതായത് അന്തർദേശീയമായി യുവാക്കൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സംഗതികളുടെ സംഭവങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ ഗ്ലാസ് ട്യൂബിനകത്ത് വെച്ച് ഈ ബോഡി കൊണ്ടുപോകുമായിരുന്നു. ആൾക്കാരെ കാണാനും ഒരു ഇൻസ്പിറേഷൻ കിട്ടാനും പ്രചോദനത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറയുമായിരുന്നു, ഐ ആം എ പൂർ മാൻ, ഐ ഹാവ് നത്തിങ് ടു ഗീവ് ബട്ട് ലവ്. ഞാൻ ഒരു പാവപ്പെട്ടവനാണ്, ഏത് വലിയ ധനികനുമാണ്, എനിക്കൊന്നും കൊടുക്കാനില്ല, എനിക്ക് ആകെയുള്ള സ്നേഹം മാത്രമേ കൊടുക്കാൻ. അപ്പം ഇങ്ങനെയുള്ള അദ്ദേഹത്തെ പറ്റി കുറേ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് രണ്ടെണ്ണമാണ്. അതേതാ? ഒന്ന്, ആഴത്തിലുള്ള വിശ്വാസം. 2, ഭക്തികാര്യങ്ങളിലുള്ള ഒരു ആസക്തി എന്ന് പറയാം, പാഷൻ, ഒരു അതിഭയങ്കര ആവേശം. 3, ഇതിനകത്തേക്കാളും ഏറ്റവും ഉപരിയായിട്ടുള്ള ഉപവിയുടെ പ്രവർത്തനങ്ങൾ നടത്തുക, പാവപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവരെ സഹായിക്കുക. ഇതാണ് അദ്ദേഹം ചെയ്തത്. ഇന്ന് അദ്ദേഹത്തിന് വിശുദ്ധനാകാൻ പോവാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം സ്റ്റുഡൻസിൻ്റെ, വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനാണ്, യുവാക്കളുടെ മധ്യസ്ഥനാണ്, വേൾഡ് യൂത്ത് ഡേയുടെ മധ്യസ്ഥനാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇവൻറ്റ്സ്, വേൾഡ് യൂത്ത് ഡേ, മൗണ്ടനിയേഴ്സിൻ്റെ മധ്യസ്ഥനാണ്. കാരണം ആൽപൈൻ പർവ്വതനിരകൾ അദ്ദേഹത്തെ എപ്പോഴും മാടി വിളിച്ചുകൊണ്ടിരുന്നു. അതാണ് നമ്മൾ നോക്കുന്നത്. പല സ്കൂളുകളുടെയും പേര് ഇദ്ദേഹത്തിൻ്റെ പേര്, പല സ്കൂളുകൾക്കും ഇദ്ദേഹത്തിൻ്റെ പേര് ഇട്ടിട്ടുണ്ട്. പല യൂത്ത് ഇവൻറ്റ്സിനും ഇദ്ദേഹത്തിൻ്റെ പേരിട്ടിട്ടുണ്ട്. യൂത്ത് ക്ലബ്ബുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ പേരിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം നമ്മുടെ ഈ ലോകത്തിൽ, നമ്മുടെ ഈ 100 വർഷത്തിന് ശേഷവും ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഉപവി പ്രവർത്തനങ്ങൾ നടത്തും, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും. ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് വേണം നടത്താം. അല്ലെങ്കിൽ എപ്പോഴും വിൻസെൻഷ്യൻ യോഗങ്ങളിൽ പറയുന്ന പോലെ വേറെ ഒരു സോഷ്യൽ വർക്കായിട്ട് മാറും. നമ്മൾ പറയുക 2 തരത്തിലുള്ള മനസ്താപമുണ്ട്. പണ്ടൊക്കെ പറയുന്നത് അടിമ മനസ്താപവും ഉത്തമ മനസ്താപം. അടിമ മനസ്താപം എന്ന് പറഞ്ഞാൽ എനിക്ക് ശിക്ഷ കിട്ടുള്ളൂ എന്നുള്ള പേടിയാണ്. ഉത്തമ മനസ്താപം, ദൈവമേ നീ എന്ത് നല്ലവനാണ്, നീ എന്തുമാത്രം അനുഗ്രഹിച്ച് സ്നേഹിച്ചു, നിനക്കെതിരായിട്ട് ഞാൻ പാപം ചെയ്യുക, അതാണ്. അപ്പം നമ്മൾ യുവയുടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് 2ാമത്തെ ആറ്റിറ്റ്യൂഡായിരിക്കും നമുക്കുള്ളത്. ദൈവസ്നേഹത്താൽ പ്രേരിതമായിട്ട് ദുഃഖിക്കുന്നവരെയും സങ്കടപ്പെടുന്നവരുടെയും മുഖം നോക്കുമ്പോൾ യേശുവിൻ്റെ മുഖമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉപയുടെ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് ശ്രമിക്കാം. അതിലധികമായിട്ട് നമ്മുടെ വിൻസെൻഷ്യൻ പ്രവർത്തനങ്ങളിലേക്ക്, വിൻസെൻഷ്യൻ സഖ്യങ്ങളിലേക്ക് ധാരാളം ചെറുപ്പക്കാർ വന്നു ചേരുവാനും യുവാക്കളുടെ ഒരു കൂട്ടായ്മയായി വിൻസെൻഷ്യൻ സഖ്യങ്ങൾ
മാറുവാനും ഈ വിശുദ്ധൻ അടുത്ത ഞായറാഴ്ച നമുക്ക് വിശുദ്ധനെ വിളിക്കാമല്ലോ ഒഫീഷ്യലായിട്ട്. ഈ വിശുദ്ധൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ആ സുദിനത്തിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ടും തൽക്കാലം ഞാൻ നിർത്തുന്നു. ദൈവത്തിന് സ്തുതി.